ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ കാപ്പി കോർണർ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രാഹുൽ സദാശിവൻ്റെ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് നമ്മുടെ പ്രണവ് മോഹൻലാൽ നായകനായിട്ട് വന്ന ഡയസ് ഇറ എന്ന സിനിമയെക്കുറിച്ചിട്ടാണ്. സിനിമ 31 ഒക്ടോബറിനാണ് തിയേറ്ററിൽ എത്തിയത്. ഹാലോവീൻ എന്നാണ് സിനിമ എത്തിയത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹൊറർ സൂപ്പർ നാച്ചുറൽ കോൺസെപ്റ്റ് ട്രീറ്റ് ചെയ്യുക, ആ ഒരു കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് ഡയസ് ഇറ എന്ന് പറയുന്നത്. ഡയസ് ഇറ എന്ന് പറഞ്ഞാൽ ലാറ്റിനിൽ ഡേ ഓഫ് റാത്ത് എന്നാണ് അതിനർത്ഥം. അത് ബേസിക്കലി ഫോക്കസ് ചെയ്യുന്നത് ജഡ്ജ്മെൻറ്റ്, ഹൊറർ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ഫോഴ്സസ് ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു സിനിമ അവർ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു രോഹൻ എന്ന് പറയുന്ന വളരെ വെൽത്തി ആയിട്ടുള്ള, ഭയങ്കര റിച്ച് ആയിട്ടുള്ള, ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ള ലൈഫ് ജീവിക്കുന്ന രോഹൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ലൈഫിൽ ഒരു സ്ട്രേഞ്ച് ഒരു മരണത്തോട് ഒരാളുടെ മരണത്തോടുകൂടി ഉണ്ടാകുന്ന കുറച്ച് സ്ട്രേഞ്ച് എക്സ്പീരിയൻസസ്, പിന്നെ അതിൻ്റെ പുറമെ അദ്ദേഹം പോകുന്നതും അതൊരു മിസ്റ്ററിയിലേക്കും അതൊരു ത്രില്ലർ മോഡിലേക്കും ഒക്കെ മാറുന്നതായിട്ടാണ് ഈ ഒരു സിനിമ പറയുന്നത്. സ്പോയിലേഴ്സ് ഒന്നും പറയുന്നില്ല. ബേസിക്കലി നിങ്ങൾക്കൊരു കുറച്ച് ഹൊറർ സീൻസ് അല്ലെങ്കിൽ ജംപ് സ്കെയർസും അതുപോലെ കുറച്ച് ഒരു വീടിനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് ഹൊറർ കോൺസെപ്റ്റ്സും കുറച്ച് സൂപ്പർ നാച്ചുറൽ ഫോഴ്സസും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ പഴയ ക്ലീഷകളൊക്കെ ബ്രേക്ക് ചെയ്യുന്ന കുറച്ച് ഹൊറർ കോൺസെപ്റ്റുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും. ഇതിന് എൻ്റെ പോസിറ്റീവ്സ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ആണ്. ബേസിക്കലി ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ആൻഡ് മ്യൂസിക്. സിനിമാറ്റോഗ്രഫി ബൈ ഷഹനാൽ ജലാൽ ആൻഡ് മ്യൂസിക് ബൈ ക്രിസ്റ്റോ സേവിയർ. അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. പെർഫോമൻസസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പ്രണവ് മോഹൻലാൽ അമേസിങ്. ഹീസ് എ ഡയറക്ടേഴ്സ് ആക്ടർ. അദ്ദേഹത്തിന് നല്ലൊരു ഡയറക്ടറുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുലമായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ആക്ടറായിട്ട് തന്നെയാണ് പ്രണവ് മോഹൻലാലിനെ കാണാൻ പറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് തന്നെയാണ് ഡയസ് ഇറയിലുള്ളത്. അതുപോലെ എടുത്തു പറയുന്നത് ജിബിൻ ഗോപിനാഥ്. അദ്ദേഹം ജീവിക്കുകയായിരുന്നു ആ ഒരു ക്യാരക്ടറായിട്ട്. അരുൺ അജിത് കുമാർ എന്ന് പറയുന്ന പുള്ളി, അദ്ദേഹത്തിൻ്റെയും ഒരു പയ്യൻ്റെ വളരെ പെർഫോമൻസ്, അതായത് 1-2 സീൻസ് ഉണ്ട്, കിടിലമായിട്ടാണ് പുള്ളി പെർഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരാളുടെ പെർഫോമൻസും കൂടെ ഉണ്ട്. സ്പോയിലറായി പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അത് നിങ്ങൾ സിനിമ കണ്ടിട്ട് തന്നെ മനസ്സിലാക്കുക. പക്ഷേ ആ ഒരു ക്യാരക്ടർ കിടിലമായിരുന്നു. പുള്ളി അത് കിടിലമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നെഗറ്റീവ്സ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ ബിൽഡപ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫിലുള്ള ബിൽഡപ്പ് അടിപൊളിയാണ്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് എൻ്റെ റൈറ്റിംഗ് കുറച്ച് വീക്കായിട്ടുള്ളതുപോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. എന്തായാലും ഒരു കാര്യത്തിൽ ഉറപ്പാണ്, കാരണം ഇതൊരു ഹൊറർ എന്ന രീതിയിലേക്ക് അത് മാത്രം ഒതുക്കി നിർത്താതെ കുറച്ചൊരു ത്രില്ലിംഗ് മോഡിലേക്ക് മൂവ് ചെയ്യാനും കുറച്ചൊരു സ്റ്റോറി ഫോക്കസ് ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ കുറേ അൺആൻസേർഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ സിനിമ കണ്ടതിന് ശേഷം നമ്മൾ തന്നെ ചിന്തിച്ച് ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഡയറക്ടർ ഉദ്ദേശിച്ചിരിക്കുന്നതാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പക്ഷേ ബേസിക്കലി അത്യാവശ്യം കുറച്ചും കൂടെ ഒരു റൈറ്റിങ്ങിൽ കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. അപ്പം ഓവറോൾ ഈ ഒരു സിനിമ എന്താ പറയുക, നിങ്ങൾക്ക് ഒരു എല്ലാ ആൻസേഴ്സും തരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കുറച്ച് ജംപ് സ്കെയർസും പിന്നെ നിങ്ങളെ തിങ്ക് ചെയ്യാൻ വിടുന്നതായിട്ടുള്ള അത്തരത്തിലുള്ള ഹൊറർ മൂവീസ്, അത്തരത്തിലുള്ള ത്രില്ലർ മൂവീസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് വൺ ഇസ് എ ഗുഡ് വാച്ച് ഫോർ യു. അല്ലാതെ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്ത് എല്ലാ ലോജിക്കും ലൂപ്പ് ഹോൾസും ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഫുള്ളി ക്ലിയർ ആയിട്ടുള്ള ഒരു തിരക്കഥയൊക്കെ കിട്ടുന്ന ഒരു സിനിമയാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു ബി എ ഗുഡ് വാച്ച് ഫോർ യു. സോ ഓവറോൾ I will rate ഡയസ് ഇറ 7/10. പെർഫെക്റ്റ് അല്ല, എന്നാൽ നല്ലൊരു അടിപൊളി സ്ട്രോങ് ആൻഡ് സ്റ്റൈലിഷ് ഹൊറർ എക്സ്പീരിയൻസ് ഈ ഒരു സിനിമ തിയേറ്ററിൽ തരുന്നുണ്ട്. ഡെഫിനറ്റ്ലി തിയേറ്റർ വാച്ചാണ്. നിങ്ങൾ തിയേറ്ററിൽ തന്നെ ഈ സിനിമ കാണണം. അപ്പം ദാറ്റ്സ് ഓൾ ഫ്രം മീ ടുഡേ. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഇതിൻ്റെ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നല്ലൊരു കാപ്പിയെ കുറിച്ച് കുറേ സിനിമകളൊക്കെ കാണും. ഞാൻ സിനിമയൊക്കെ കണ്ടിട്ട് മറ്റൊരു റിവ്യൂമായിട്ട് വീണ്ടും വരാം. ബൈ ബൈ.